ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം. മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷ്വസക്താ ത്വമൃതകൃതുപരുന്തേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭിഹൃതവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി പ്രകൃതിഗതഗുണൗഖൈർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി വിമലമതിരുപാത്തൈരാസനാദൈർമതംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദീർ മയി സുരസരിദോഹ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഹി ഗൃഹസക്തോ യാതനം മയ്യഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്യംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യൈവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സ ച നിബദതി കാലേ ദക്ഷിണാദ്യോപഗാമി മയി നിഹിതമകാമം കർമ്മദൂതപദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി ഇതി സുവിദിതവേദ്യം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഗേ വിമലമതിരതാസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം പരമകിമു ബഹുക്വാ ത്വത്പദാംബോജഭക്തിം സകലഭയവിനേത്രിം സർവകാമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം തദ്വിദൂയാമയാന്മേ ഗുരുഭവനപുരേശ തയ്യുപാദത്സ്വഭക്തിം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. ദശകം 15 കപിലോപദേശം. കഴിഞ്ഞ ദശകത്തിൽ കപിലാവതാരമാണ് നമ്മൾ കേട്ടത്. ഭാഗവതം തൃതീയ സ്കന്ധാവസാനത്തിൽ 25-ാം അധ്യായം മുതൽ 33-ാം അധ്യായം കൂടി 9 അധ്യായങ്ങളിൽ പ്രതിപാദിച്ച കപിലോപദേശത്തിൻ്റെ ആ സംക്ഷേപമാണ് ഈ ദശകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ ശ്ലോകം കൊണ്ട് ഓരോ അധ്യായം സംഗ്രഹിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ഭക്തിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. ക്ഷണികങ്ങളായിട്ടുള്ള ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക്
ഭഗവാനെ സേവിക്കാൻ താല്പര്യമോ സമയമോ ഉണ്ടാവില്ല. ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ ആസക്തി വന്നാൽ പിന്നെ ക്ഷുദ്രസുഖങ്ങളുടെ നേരെ തിരിഞ്ഞു നോക്കുവാനും തോന്നില്ല. ഭഗവാനെക്കുറിച്ചുള്ള പരമപ്രേമം തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. അത് മുക്തിക്ക് കാരണമാണ്. ആ ഭക്തി എങ്ങനെയാണ് കിട്ടുക? സജ്ജന സംസർഗം കൊണ്ട് മാത്രമേ അത് കിട്ടുള്ളൂ. സജ്ജന സംസർഗം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഭക്തി ലഭിക്കുകയും ചെയ്യും. ആ ഭക്തി സമ്പാദിക്കാനാണ് ജീവിതത്തിൽ എല്ലാവരും ഉത്സാഹിക്കേണ്ടത് എന്ന് പറയുകയാണ്. സാഖ്യമതപ്രകാരമുള്ള ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് 25 തത്വങ്ങളെ വേർതിരിച്ച് നിർദ്ദേശിക്കുന്നതാണ് 2ാമത്തെ ശ്ലോകം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭി ഹൃദവിദസാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുള്ള മൂലപ്രകൃതിയുടെ പരിണാമമാണ് ലോകം മുഴുവനുമെന്നും പുരുഷന് പ്രകൃതിയുമായി തീരെ ബന്ധമില്ലെന്നുമാണ് സാഖ്യമത സിദ്ധാന്തം. അതുപ്രകാരം പ്രകൃതി തത്വങ്ങൾ 24 പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമാണ് മൂലപ്രകൃതി. ത്രിഗുണാത്മികയായിട്ടുള്ള ആ മൂലപ്രകൃതിയെയാണ് മായയെന്നും അവിദ്യയെന്നും ഒക്കെ പറയണത്. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വവും അതിൽ നിന്ന് അഹങ്കാരവും ഉണ്ടാവണു. ബുദ്ധിയാണ് മഹത്തത്വം, ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ ഗുണങ്ങളാണ് 5 തന്മാത്രകൾ. ഭൂമി, വെള്ളം, തീയ്, കാറ്റ്, ആകാശം ഇവ 5 മഹാഭൂതങ്ങൾ. അന്ധകരണമാണ് മനസ്സ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇവ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം ഇവ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 24 പ്രകൃതി തത്വങ്ങൾ. ഇവയ്ക്ക് പുറമേ ഉള്ളതാണ് പുരുഷൻ എന്ന 25ാമത്തെ തത്വം. അത് വേർതിരിച്ച് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടെ മായ ആ പുരുഷനെ വിട്ടൊഴിയണം. ഇത് തൃതീയ സ്കന്ധം 26ാം അധ്യായത്തിൻ്റെ സാരമാണ്. പുരുഷന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി സംസാരബന്ധത്തിനും വിരക്തി മോക്ഷത്തിനും കാരണമാണെന്നും ഭഗവത് ഭക്തി കൊണ്ട് വിരക്തി വരുള്ളൂ എന്നുമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പ്രകൃതിഗത ഗുണൗഖേർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാൻ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. 25ാമതായി പറഞ്ഞ പുരുഷന് പ്രകൃതിക്കുള്ള സത്വരജസ്തമസ്സുകളോ ജനനമരണങ്ങളോ സുഖദുഃഖാദികളോ ആയ ധർമ്മങ്ങളൊന്നുമില്ല. പ്രകൃതിയിൽ ആസക്തി ഉണ്ടായാൽ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷന് തോന്നും. ഈശ്വരഭജനം കൊണ്ടും പ്രകൃതി തത്വങ്ങളിൽ നിന്ന് പൃഥഗ്ഭൂതനാണ് പുരുഷൻ എന്നുള്ള വിവേകം കൊണ്ടും മായ പുരുഷനെ വിട്ടുമാറണം. പുരുഷൻ മായയെ അങ്ങോട്ട് പിടിച്ചാൽ ആ മായ പുരുഷനെ ഇങ്ങോട്ടും പിടിക്കും. അങ്ങോട്ട് ആസക്തി കാണിച്ചില്ലെങ്കിലോ ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിച്ചുള്ളൂവെങ്കിൽ പ്രകൃതി ബന്ധം വേർപെടണം. ഭാഗവതം 3ാം സ്കന്ധം 27ാം അധ്യായത്തിൻ്റെ സംഗ്രഹമാണ് ഈ 3ാമത്തെ ശ്ലോകം. അടുത്ത ശ്ലോകത്തിൽ അഷ്ടാംഗയോഗ പ്രകാരമുള്ള ഈശ്വരഭജനം എങ്ങനെയാണെന്നാണ് പറയുന്നത്. വിമലമതിരുപാത്തൈരാസനാദ്യേർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുള്ളൂ. ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ ശീലിക്കേണ്ടത്. ഇതൊക്കെ പരിശീലിച്ച് ചിത്തശുദ്ധി വന്നതിന് ശേഷം അലങ്കാരങ്ങളോടും ആയുധങ്ങളും ഒക്കെ ധരിച്ചിട്ടുള്ള നീലവർണ്ണത്തിലുള്ള ആ ഭഗവാന്റെ രൂപത്തെ എപ്പോഴും ധ്യാനിക്കണം. ഇത് കപിലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ദേവഹൂതി അമ്മയോട് പറയാണ്. ഭാഗവതത്തിൽ പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്രഗദാധരം എന്ന് തുടങ്ങിയിട്ട് ആ 28ാം അധ്യായത്തിൽ 20ഓളം ശ്ലോകം കൊണ്ട് വർണ്ണിച്ച ആ ഭഗവാന്റെ സുന്ദരമായ രൂപത്തെയാണ് ഇവിടെ ഗരുഡ സമധിരൂഢം എന്ന് തുടങ്ങുന്ന 3 വിശേഷണങ്ങളെ കൊണ്ട് സംഗ്രഹിച്ചിട്ടുള്ളത്. മുൻപറഞ്ഞ ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും എളുപ്പമാണ് ഭക്തിയോഗമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മമ ഗുണഗണലീലാ കർണനെ കീർത്തനാദ്യേർ മയി സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി
ഭവതി പരമഭക്തി സാഹി മൃത്യോർ വിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. എൻ്റെ ഗുണസമൂഹങ്ങളെയും ലീലകളെയും കേട്ടും നാമസങ്കീർത്തനം സ്വരൂപധ്യാനം മുതലായവ ചെയ്തും എന്നിൽ ഗംഗാപ്രവാഹം പോലുള്ള ചിത്തവൃത്തിയാകുന്ന ആ ഉത്കൃഷ്ട ഭക്തി ഉണ്ടാവണു. ആ ഭക്തി കൊണ്ട് മരണത്തെ വരെ ജയിക്കാൻ സാധിക്കും. ഇങ്ങനെ ഭഗവാൻ അമ്മയോട് പറയാണ്. ഗംഗാപ്രവാഹം പോലെ ശക്തിയോടുകൂടിയിട്ടുള്ള ചിത്തവൃത്തി ഭഗവാനിലേക്ക് ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഉത്കൃഷ്ട ഭക്തി എന്ന് പറയുന്നത്. അതുണ്ടാവാനായിട്ട് ശ്രവണ കീർത്തനാദികളായി ക്രമത്തിൽ കയറി കയറി വരേണ്ടതായിട്ടുള്ള 9 അവസ്ഥാവിശേഷങ്ങളുണ്ട്. അത് പരമഭക്തിയിലേക്ക് കയറുവാനുള്ള സോപാനങ്ങളാണ്. ശ്രവണ കീർത്തനാദികളെ കൊണ്ട് ആ പരമഭക്തി സമ്പാദിക്കണം. എന്നാൽ പിന്നെ ജനന മരണാദികളായിട്ടുള്ള സംസാരക്ലേശങ്ങൾ ഉണ്ടാവില്ല. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് പറയുകയാണ്. ധർമ്മം, അർത്ഥം, കാമം ഇവയാണല്ലോ ഐഹികങ്ങളായിട്ടുള്ള 3 പുരുഷാർത്ഥങ്ങൾ. ഇവയിൽ അർത്ഥകാമങ്ങളിൽ ആസക്തനായിട്ട് പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഗൃഹസ്ഥന് നരകമാണ് ഫലം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ത്രിജിതോ ബാലലാളി വിശതി ഗൃഹസക്തോ യാതനാം മയ്യഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. കഷ്ടം. എന്നിൽ ഭക്തിയില്ലാത്തവർ പലതരത്തിലുള്ള ഹിംസകളൊക്കെ ചെയ്ത് ധനം സമ്പാദിക്കണു. അതുകൊണ്ട് കുടുംബം പുലർത്തി സ്ത്രീകൾക്ക് കീഴടങ്ങിക്കൊണ്ടും കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും ഗൃഹകാര്യങ്ങൾ മുഴുകിക്കൊണ്ടും ജീവിതം കഴിച്ചു കൂട്ടുന്നു. മരണശേഷമോ നരകദുഃഖം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഭഗവത് ഭക്തി ഉണ്ടായാൽ കുടുംബാസക്തി ഉണ്ടാവില്ല. പിന്നെ ഹിംസാദി കർമ്മങ്ങൾ ചെയ്യില്ല. നരകപാതത്തിന് ഇടയും വരില്ല. ഇത് ഭഗവാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പുണ്യപാപ മിശ്ര കർമ്മങ്ങൾ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഭൂമിയിൽ ജീവിതം തുടരുന്നുവെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുന്ന സമയത്ത് ജ്ഞാനം ഉണ്ടാവണം. പക്ഷെ പ്രസവിച്ച് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാലോ ആ ജ്ഞാനം നഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകളോടുകൂടെ ബാല്യം കഴിച്ചു കൂട്ടണു. അത് കഴിഞ്ഞ് യൗവനകാലത്തിലെത്തിയാൽ വീണ്ടും മോഹത്തിൽ പെടുന്നു. തൃതീയ സ്കന്ധം 31-ാം അധ്യായത്തിൻ്റെ സംഗ്രഹമാണ് ഈ ശ്ലോകം. മനുഷ്യജീവിതത്തെ വളരെ ഭംഗിയായിട്ട് ആ ഭാഗവതത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഗർഭസ്ഥനായിട്ടുള്ള ശിശുവിന് ജ്ഞാനം ഉദിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വിചാരങ്ങൾ 12 മുതൽ 10 ശ്ലോകം കൊണ്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത് കപിലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ദേവഹൂതി മാതാവിനോട് പറയാണ്. അർത്ഥകാമങ്ങൾക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഗതിയാണ് 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാധോപകാമീ മയി നിഹിതമകാമം കർമ്മതൂതപദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നുവോ ആ ധാർമ്മികനും തെക്കൻ വഴിക്ക് പോയിട്ട് പുണ്യക്ഷയം വരുമ്പോൾ അധപതിക്കുന്നു. എന്നാൽ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാവട്ടെ വടക്കൻ വഴിക്കുള്ളതാണ്. പുക, രാത്രി, കറുത്തപക്ഷം, ദക്ഷിണായനം എന്ന വിധത്തിൽ തെക്കൻ വഴിക്ക് പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്ന് സുഖിക്കാം. പുണ്യം തീർന്നാൽ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരണം. എന്നാൽ വെളിച്ചം, പകല്, വെളുത്തപക്ഷം, ഉത്തരായണം എന്ന വിധത്തിൽ വടക്കൻ വഴിക്ക് പോവുകയാണെങ്കിലോ സൂര്യലോകത്തിലൂടെ ധ്രുവപദം വരെ ഉയർന്ന് മുക്തി പ്രാപിക്കാം. പിന്നെ മടങ്ങി പോരേണ്ട ആവശ്യമില്ല. ധനത്തിനും സുഖത്തിനും വേണ്ടി ദേവന്മാർക്ക് യാഗവും പിതൃക്കൾക്ക് ശ്രാദ്ധവും ചെയ്യുന്ന ഗൃഹസ്ഥൻ തെക്കൻ വഴിക്ക് യാത്ര ചെയ്യണു. പുണ്യാവസാനത്തിൽ അധപതിക്കുകയും ചെയ്യണു. ഫലേച്ഛ കൂടാതെ വേദവിഹിതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യവാൻ വടക്ക് വഴിക്ക് പോയി മുക്തി പ്രാപിക്കണു. അവന് അധപതനമില്ല. അടുത്ത ശ്ലോകത്തോടെ കപിലോപദേശം ഉപസംഹരിക്കുകയാണ്. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈ വിമലമതിരഥാസോ ഭക്തിയോഗേന മുക്താം ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇങ്ങനെ അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ
ആ അമ്മ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള അമ്മയെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് യോഗികളോടുകൂടെ യാത്രയായി. ഇപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വടക്ക് കിഴക്കേ ദിക്കിൽ അവിടുന്ന് വസിക്കുന്നു. അമ്മയാണെങ്കിൽ മനഃശുദ്ധി ലഭിച്ച് ഭക്തിയോഗം കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു. കപിലോപദേശത്തിൻ്റെ സാരം എടുത്തു കാണിക്കുകയാണ് അവസാനത്തെ ശ്ലോകത്തിൽ. പരമകിമുബഹൂക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധൽ സ്വഭക്തിം. ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ കുറിച്ചിട്ടുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതും സകല അഭീഷ്ടങ്ങളെയും നൽകുന്നതുമാണെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട് ഗുരുവായൂരപ്പ അവിടുത്തെക്കുറിച്ചുള്ള ഭക്തി തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.